വന്ന് വന്ന് ക്രിസ്മസും ഇങ്ങെത്തി. ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്നല്ലേ അങ്ങ് പോയത്. പള്ളിയിലൊക്കെ പുൽക്കൂട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആശാനും എത്തിയാൽ മതി. ഇന്ന് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോക്കാണ്. സമയം 5:30 ആയിട്ടുള്ളെങ്കിലും നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായി ബസ്സിന് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇവരിവിടെ ട്രീ വെച്ചേക്കുന്നതും എല്ലാം കാണുന്നത്. ഇന്ന് നോക്കാമെന്നോർത്താ പോയത്. ഇവിടെ ലാസ്റ്റ് ടൈം ഇതേ മാർക്കറ്റ് ഉണ്ടായിരിക്കണം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊന്നുള്ള സമയം എനിക്കില്ലായിരുന്നു. ഇത് വന്നിട്ട് കുഞ്ഞു ഈ കമ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ്. ഒരു പുറത്തു നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. കൂടുതലും ആൾക്കാർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഫുഡ്, പെർഫ്യൂംസ്, ജ്വല്ലറീസ്, ബാഗുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് കണ്ടുപോയത് ആ പുള്ളി എന്തോ മജീഷ്യനാണ്. ആളെന്തോ മാജിക് അവതരിപ്പിക്കുമായിരുന്നു. അവിടെ ഫ്രഞ്ച് പറഞ്ഞുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ടും കുറേ നേരം നോക്കി നിന്നിട്ട് പ്രത്യേകിച്ചൊരു മാജിക് കാണാത്തതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത സ്ഥലം നോക്കാൻ പോയി. ഈ ഫർണിച്ചേഴ്സൊക്കെ എന്ത് രസമാണ്. പുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. വില കണ്ട് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം എൻ്റെ സകലമാന കിളിയും ചെവിക്കൂടെയും മൂക്കിക്കൂടെയും വരെ പറന്നു പോയെന്ന് എനിക്ക് തോന്നിയത്. ഈ നല്ല കുഞ്ഞു ഡിന്നർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പം മനസ്സിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു 2 മേടിച്ചുകൊണ്ട് പോകാമെന്ന്. പക്ഷെ നമുക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ആ പുൽക്കൂടിൻ്റെ ഉള്ളിൽ വെക്കുന്ന സെറ്റിനൊക്കെ ഏതോ നാട്ടിലൊരു 3000-4000 രൂപ എന്തോ റേഞ്ചാണ്. പക്ഷെ എനിക്ക് ഷോളുകൾ ഒത്തിരി ഇഷ്ടമായി. ഒരെണ്ണത്തിന് നമ്മുടെ നാട്ടിലെ പ്രൈസ് ഇതേപോലെ 2000-2500 രൂപ ആ ഒരു ഇതിലാണ്. ഞാനങ്ങനെ എത്തുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. ഞാൻ കുറേ നേരം നോക്കി നിന്നു. കുഞ്ഞു എന്ത് രസമല്ലേ. ഇതെല്ലാം മറ്റേ ക്രിസ്മസ് ട്രീ തൂക്കുന്നത്, പുൽക്കൂടിൻ്റെ ഉള്ളിൽ വെക്കുന്നത്, അങ്ങനത്തെ കുറേ ഐറ്റമാണ്. ആ എലീനി ഒരെണ്ണത്തിന് മേടിച്ചിരുന്നു. മറ്റേ കോലെ കെട്ടിത്തൂക്കി എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനായിട്ടൊന്നുണ്ടായിരുന്നു. പക്ഷേ ഇതും കൊണ്ട് അവന്മാർക്ക് കൊടുക്കുന്നതിലും ഭേദം വീട്ടിൽ നിന്ന് വല്ല പെരിച്ചാഴീനും പിടിച്ച് കൊടുക്കുന്നത് തന്നെയാണ്. ഇത് കുഞ്ഞു മാർക്കറ്റായതുകൊണ്ട് ഒത്തിരി ഒന്നും അങ്ങനെ തപ്പാനില്ലായിരുന്നു. ഇനി നമുക്ക് പിന്നെ വലിയ മാർക്കറ്റിൽ പോകാം.